ഹരിയോം. കൽക്കി രൂപകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് നമ്മൾ കൽക്കി രാമന്റെ ത്രയോദശ സിദ്ധാന്തത്തിലെ 7ാമത്തെ സിദ്ധാന്തമാണ് പഠിക്കാൻ പോകുന്നത്. 7ാമത്തെ സിദ്ധാന്തത്തിന്റെ പേര് മനുഷ്യ മത മഹാദൈവ സിദ്ധാന്തം എന്നാണ്. ഈ സിദ്ധാന്തം എന്താണെന്ന് നോക്കാം. ജഗത്പിതാവായ നാരായണന്റെ ഊർജ്ജനിലയെ അടിസ്ഥാനമാക്കി ലോകത്ത് 3 തരം മനുഷ്യരും 3 തരം മതങ്ങളും 3 തരം ദൈവങ്ങളും നിലനിൽക്കുന്നു. ഇതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പോസിറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് വിഷ്ണുവാണ്. വിഷ്ണുവിനെ നമ്മൾ പിതാവെന്നും വിളിക്കുന്നുണ്ട്. വിഷ്ണുവിനെയാണ് യഥാർത്ഥ ദൈവമായിട്ട് കണക്കാക്കുന്നത്. വിഷ്ണുവിനെ സാത്വിക രൂപിയായിട്ട് പറയപ്പെടും. സാത്വിക രൂപി എന്ന് പറഞ്ഞാൽ അഹിംസയിലും സ്നേഹത്തിലും സത്യത്തിലും ധർമ്മത്തിലും നിലനിൽക്കുന്ന മനുഷ്യരെയാണ് സാത്വിക രൂപികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള മതമാണ് ക്രിസ്തു മതം. രണ്ടാമത്തേന്ന് പറഞ്ഞത് ഭഗവാന്റെ ന്യൂട്രൽ എനർജി അഥവാ സീറോ എനർജിയിൽ ഉള്ള മതമാണ്. ഇവിടെ സീറോ എനർജി ആയിട്ട് നിൽക്കുന്ന ബ്രഹ്മാവാണ്. ബ്രഹ്മാവിനെ പുത്രനായി കണക്കാക്കുന്നു. വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ജനിച്ചതാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് ബ്രഹ്മാവിനെ പുത്രനായിട്ടാണ് കണക്കാക്കുന്നത്. ബ്രഹ്മാവിനെ രാജസ ദൈവം എന്ന് പറയുന്നു. ബ്രഹ്മാവിനെ ആരാധിക്കുന്നവര് ബഹുദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്. ഇവര് നിർഗുണന്മാരാണ്. നിർഗുണ പരബ്രഹ്മമാണ്. മതേതരന്മാരാണ്. ഇവരുടെ മതമാണ് ഹിന്ദുമതം. അടുത്തത് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ്. നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞത് താമസരൂപിയായ ശിവനാണ്, അല്ലെങ്കിൽ സംഹാരമൂർത്തിയായ ശിവനാണ്. ശിവനെ പരിശുദ്ധാത്മാവെന്നും പറയുന്നു. ശിവന്റെ മതമാണ് പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ താമസരൂപിയായ ശിവന്റെ മതമാണ് ഇസ്ലാം മതം. അപ്പൊ ലോകത്ത് 18,000-ത്തിലധികം മതങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഈ എല്ലാ മതങ്ങളെയും 3 ഗ്രൂപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്.